നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു യൂട്യൂബറെ കുറിച്ചാണ് വീഡിയോ ചെയ്തിരുന്നത്. യൂട്യൂബറെ വിമർശിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. ആ വീഡിയോയ്ക്ക് താഴെ കുറച്ച് കമൻറ്റുകൾ വന്നു. ഏതോ ഒരു വ്യവസായി ഞാൻ വെള്ളപൂശയാണ്, മറ്റൊരു യൂട്യൂബറെ നശിപ്പിക്കുകയാണ് എന്നൊക്കെ വിധത്തിലുള്ള, അല്ലെങ്കിൽ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ ആരാണ് എന്ന് പറഞ്ഞിട്ടില്ല, പറയാനിട്ട് ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നുമില്ല. അങ്ങനെ പച്ചയ്ക്ക് വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിനോളം തെളിവുകൾ എൻ്റെ കയ്യിൽ വരണം. ഇപ്പോൾ കയ്യിൽ വന്നിട്ടുള്ള കുറച്ച് തെളിവുകളും അതുപോലെ എനിക്ക് കിട്ടിയിട്ടുള്ള ചില അന്വേഷണ വിവരങ്ങളും മാത്രമാണ് ഉള്ളത്. അത് വെച്ചാണ് ആ ഉള്ള വിവരം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതൊരു വലിയൊരു മഹാസംഭവമൊന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചാനൽ എന്ന് പറയുന്നത്. എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുന്നു. അതിൽ എനിക്ക് ഉൾക്കൊള്ളേണ്ടത് ഞാൻ ഉൾക്കൊള്ളുന്നു, അല്ലാത്തത് ഞാൻ ഒഴിവാക്കുന്നു. ഞാൻ പറയുന്നത് 100% ശരിയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അങ്ങനെ 100% അഭിപ്രായം പറയാൻ കഴിയത്തുമില്ല. പക്ഷെ തിരുത്തി തന്നാൽ ഇന്നതാണ് ശരി, നിങ്ങൾ പറഞ്ഞതല്ല എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് ഞാനത് ഉൾക്കൊള്ളും. അതിലുള്ള മനസ്സെനിക്കുണ്ട്. പക്ഷെ പലപ്പോഴും എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് എഴുതി തെറി വിളിക്കുകയാണ് പതിവ്, അല്ലെങ്കിൽ രൂക്ഷമായി വിമർശിക്കുകയാണ് പതിവ്. അല്ലാതെ അത് ഇന്നതാണ് ശരി എന്ന് ആരും പറയാറില്ല. അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ ഉൾക്കൊള്ളാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റുകൾ ഒഴിവാക്കാനേ മാർഗമുള്ളൂ. എന്താണ് സത്യം നമുക്കറിയില്ലല്ലോ. നമ്മൾ പറഞ്ഞത് ഒരുപക്ഷെ തെറ്റിപ്പോയെങ്കിൽ തിരുത്താനും കഴിയുന്നില്ല. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. ഞാൻ ആ യൂട്യൂബറെ കുറിച്ച് സംസാരിച്ചത് വളരെ വ്യക്തമായി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. ഒരു വ്യവസായിയെക്കുറിച്ച് ഒരു പരാമർശം ഉണ്ടായി. ആ വ്യവസായിയുടെ കൂടെ എന്തിനാണ് ഇടപെട്ടത്, അത് ഏതൊക്കെ വിധത്തിലാണ് ഇടപെട്ടത് എന്നതിനെ കുറിച്ച് ഞാനൊന്ന് പഠിച്ചപ്പോൾ അത് എനിക്ക് ബോധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതിനൊരു കാരണമുണ്ട് വീഡിയോ ചെയ്യുന്നതിന്. ഒരു ചെറിയൊരു വോയിസ് ഉണ്ട്, ഒന്ന് കേട്ടിട്ട് നമുക്ക് വരാം. നമ്പർ ഒന്ന് തരാമോ? ഞാൻ പലയിടത്തും തപ്പിട്ട് എനിക്ക് കിട്ടിയില്ല. എനിക്ക് നമുക്കൊരു 25,000 രൂപ നമുക്കുണ്ട്, നമുക്ക് പുള്ളിക്ക് കൊടുക്കായിരുന്നു. പിന്നെ അതുപോലെ പലരും സഹായം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ കിട്ടിയാൽ എനിക്ക് ഉപകാരമായിരുന്നു. നോക്കൂ, ഇപ്പൊ നിങ്ങൾ കേട്ട ഈ വോയിസ്, ഇത് ഏകദേശം ഒരു 1.25 മാസം മുമ്പുള്ളതാണ്. അതായത് ഡ്രൈവർ യദു മേയർ ആ വിഷയമുണ്ടായി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴുള്ള ഒരു വോയിസാണ്. യദുവിന്റെ കോൺടാക്ട് നമ്പർ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാളോട് ഇദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹം നമ്പർ കൊടുത്തു. അതായത് 25,000 രൂപ അയച്ചു കൊടുക്കാനാണ്, ഓൾറെഡി ഉണ്ട്, അതുപോലെ കുറച്ച് പണം വേറെ കിട്ടാനുണ്ട്, അത് കൊടുക്കാനാണ് എന്ന് വാഗ്ദാനം കൊടുത്തിട്ടാണ് അദ്ദേഹം ആ നമ്പർ വാങ്ങിയത്. വാഗ്ദാനം കൊടുത്തിട്ട് ഒരുപക്ഷെ പണം ഉണ്ടാവില്ല, പക്ഷെ പണം വേണ്ട. ആ നമ്പർ വാങ്ങിയ നിലയ്ക്ക് ആ യദുവിനെ വിളിച്ച് എന്താണ് യദു തൻ്റെ പ്രശ്നം എന്ന് ഒരു ചോദ്യം ചോദിക്കാമല്ലോ ചാനൽ. അതിനുശേഷം യദുവിന്റെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ യദുവിന് എഗെയിൻസ്റ്റും വീഡിയോ ചെയ്യാം. യദുവിന്റെ ഭാഗത്താണ് ന്യായം എന്ന് തോന്നിയാൽ യദുവിനെ അനുകൂലിച്ചും വീഡിയോ ചെയ്യാം. അത് അവരുടെ ചോയ്സ്. വീഡിയോ ചെയ്യാതിരിക്കുകയും ചെയ്യാം, അതും അവരുടെ ചോയ്സ്. ഇവിടെ എന്തിനാണ് ഈ നമ്പർ വാങ്ങിയത്, ആർക്ക് വേണ്ടിയാണ് ഈ മൊബൈൽ നമ്പർ വാങ്ങിയത്? ഇതുവരെ യദുവിനോട് ഒരു കോൾ വിളിച്ചിട്ടുമില്ല, 1 രൂപ ഒരു നയാ പൈസ അയച്ചു കൊടുത്തിട്ടുമില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഈ നമ്പർ ഇത്ര ഇടങ്ങേറിട്ട് വാങ്ങിയത്? എന്നെയും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, യദുവിന്റെ നമ്പർ വേണം, യദുവിന്റെ അക്കൗണ്ട് നമ്പർ വേണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഞാൻ കൊടുക്കാറില്ല, തരാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. തിരുവനന്തപുരം മേഖലയിലുള്ള ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും, നേമത്ത് ചെന്ന് യദുവിന്റെ വീട് അന്വേഷിച്ചാൽ മതി, നിങ്ങൾക്ക് നേരെ വീട്ടിൽ ചെന്നിട്ട് യദുവിന് നേരിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും യദുവിന്റെ നമ്പർ തന്നെ കൊടുക്കാം. എൻ്റെ കിട്ടില്ല, ഞാൻ തരില്ല നമ്പർ. ഇനി നിങ്ങൾക്ക് ഞാൻ തന്നെ പണം എത്തിച്ചു കൊടുക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ എൻ്റെ കറണ്ട് അക്കൗണ്ടിലേക്ക് ഇട്ടോളൂ, എന്നിട്ട് അതിന് സ്ക്രീൻഷോട്ടും കൂടെ എനിക്ക് വാട്സപ്പ് ചെയ്തോളൂ, ഞാൻ അവനെ എത്തിച്ചു കൊടുത്തോളാം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിന് പറ്റുന്നുള്ളവർ മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ്, ഞാൻ മുഖാന്തരം ചെയ്താൽ മതി എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അതെൻ്റെ നിലപാടാണ്. അല്ലാതെ യദുവിന് വേണ്ടി ഒരു വലിയൊരു പണപ്പൊരു പിരിക്കാനോ അങ്ങനെ അതൊന്നും എനിക്ക് പറ്റൂല. അത്തരത്തിലൊരു ചീത്തപ്പേര് കേൾക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാണത്. അത് മാത്രമല്ല, ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സൗകര്യത്തിനാണ്. ഞാൻ കൗൺസിലിംഗ് ഉണ്ട്, അതുപോലെ മറ്റ് മേഖലയിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് സൗകര്യവും സമയമുള്ളപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ 3 മണി കഴിഞ്ഞിട്ടാണ് വീഡിയോ വരുന്നത്, ചില ദിവസം വീഡിയോ ഇല്ല. അത് ക്ലാസ് എടുക്കാനാണ് പോകുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വീഡിയോ ഉണ്ടാവില്ല. ഏതെങ്കിലും ഫാമിലി വന്നിട്ടുണ്ടെങ്കിൽ ആ ഫാമിലി കൗൺസിലിംഗ് രാവിലെ തുടങ്ങിയാൽ ഒരു 3 മണിയോടുകൂടി 2 മണിയോടുകൂടി തീരുള്ളൂ. ആ 2 മണി കഴിയുമ്പോൾ അവർ സന്തോഷത്തോടെ അവർ വീട്ടിൽ പോകും. ഞാൻ സന്തോഷത്തോടെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് നിങ്ങളോട് വീഡിയോയും ചെയ്യും. ഇതൊക്കെ ആരോടും ഞാൻ പറയാറില്ല, അറിയുന്നില്ല. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ സംസാരിക്കണമെന്നേ ഉള്ളൂ. എൻ്റെ തൊഴിൽ അതാണ്. കുറേ ആൾക്കാരെ കൂലിക്കിരുത്തിക്കൊണ്ട് ഞാനൊരു ചാനൽ നടത്തുന്നൊന്നുമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഡിഫറൻറ്റ് ആംഗിളിൽ നിന്ന് തന്നെ പറയുന്നു. ചിലതൊക്കെ തെറ്റിപ്പോകാം, അത് തിരുത്താൻ ശ്രമിക്കുന്നു, പുതിയ വിവരങ്ങൾ ആരായാൻ ശ്രമിക്കുന്നു. ഞാനുമായിട്ട് വിളിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം, അവരുമായി നല്ല ബന്ധം ഞാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നു. അവരെ വീണ്ടും തിരികെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് കിട്ടുന്ന വിവരങ്ങളൊക്കെ സത്യസന്ധമായിരിക്കും ഞാൻ കരുതുന്നു. ഒരുപാട് കേസുകളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഇടപെട്ട കേസുകളൊക്കെ ഞാൻ വിജയിച്ചിട്ടുണ്ട്. ഈ കേസിൽ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടപെട്ടത്. സഹായിക്കാൻ വേണ്ടി ഇടപെട്ട് കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കിട്ടിയത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു പോയപ്പോഴാണ് ഇങ്ങനെ ഒരു വോയിസ് കിട്ടിയത്. ഈ വോയിസും ആരുടേതാണെന്ന് ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശരി എന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. ഒരു യൂട്യൂബർ എന്നല്ല ആരും സമൂഹത്തെ മോശപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറരുത് എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. എൻ്റെ വീഡിയോകൾ കാണുന്ന നിങ്ങൾക്കറിയാം, ഒരാളെ പോലും ഞാൻ ഒരു വാക്കുകൊണ്ട് തെറി വിളിക്കാറില്ല. എൻ്റെ കമന്റുകളിൽ തെറി വരാറുണ്ട്. വൃത്തികെട്ട പദങ്ങൾ ഞാൻ ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കാത്തതിന്റെ കാരണം വേറൊന്നുമല്ല, അതെന്റെ സംസ്കാരത്തിൽ ചേർന്നതല്ല. എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ യൂസ്ഫുൾ ഓർ നോട്ട് എന്ന സിസ്റ്റമാണ് എടുക്കൽ. നോട്ട് പിന്നെ അവരോട് സംസാരിക്കാറില്ല, ഒഴിവാക്കി അങ്ങോട്ട് വിടും. അവരോട് തല്ലുകൂടാറില്ല. അതെൻ്റെ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഈ കമന്റുകൾക്ക് ആ ഒരു അർത്ഥത്തിൽ ഞാൻ പ്രതികരിക്കാറില്ല. എവിടെയും പ്രതികരിച്ച് നിങ്ങൾ കാണുകയുമില്ല. ഈ പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തോടും എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മാന്യ എൻ്റെ വീഡിയോ കാണുന്നവരോട് ഞാൻ അറിയിക്കട്ടെ. ആരാണോ ഒരു വിഷയത്തിൽ അകപ്പെടുന്നത്, ആ വിഷയത്തിൽ അകപ്പെടുമ്പോൾ അവർ നിരപരാധികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആരും ഇറങ്ങാനില്ലെങ്കിൽ ഏതറ്റം വരെയും പോകാൻ ഞാൻ റെഡിയാണ് എന്നത് മാത്രമാണ്. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴൊന്നും തുടങ്ങിയല്ല. 2004 മുതൽ ഈ രംഗത്ത് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരാളാണ് നിസ വള്ളൂർ. അതിൽ അവസാനത്തെ ആളാണ് യദു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനിയും 2 പോലീസുകാർ ലിസ്റ്റിലുണ്ട്. കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിരപരാധികളായ 2 പോലീസുകാർ. അതിൽ ഒരാൾ സർവീസിൽ നിന്ന് പുറത്താണ്, ഒരാൾ ഇപ്പോൾ റിമാൻഡിലാണ്. അപ്പോൾ ഈ 2 കേസുകളും ഇടപെടേണ്ടതുണ്ട്. അവരൊക്കെ നിരപരാധികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും. പുറത്തേക്ക് ശബ്ദമായി വരാൻ കഴിയാത്തവരുടെ ശബ്ദമായി മാറാനാണ് ഡിഫറെന്റ് ആംഗിൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തരത്തിലാണ് നിങ്ങൾ എന്നോട് സഹകരിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ തെറ്റ് പറ്റൂല എന്ന് പറയാൻ പറ്റൂല. തെറ്റ് പറ്റാം. ഞാൻ പറയുന്നത് ഒരുപക്ഷെ തെറ്റിപ്പോകാം, എൻ്റെ ധാരണകൾ തെറ്റിപ്പോകാം. ഞാൻ ഒരു മനുഷ്യനാണ്. നിങ്ങൾ കഴിയുന്നതും ഇന്നതാണ് ശരി എന്ന് താഴെ നിന്ന് കമൻ്റായിട്ടൊന്ന് എഴുതി തിരുത്തി തരണമെങ്കിൽ അതാണ് നല്ലത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ അതിനായിട്ട് എഴുതിയിട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കും. എനിക്കത് ബോധ്യപ്പെട്ടാൽ ഇതേ ചാനലിലൂടെ എനിക്കത് ബോധ്യപ്പെട്ട കാര്യങ്ങൾ തിരുത്തി പറയാനും പിന്നീട് ജീവിതത്തിൽ മുഴുവൻ അത് അനുവർത്തിച്ച് ജീവിക്കാനും എനിക്ക് തടസ്സമൊന്നുമില്ല. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും മുതലാളിമാരെ വെളുപ്പിക്കാൻ വേണ്ടി ഞാൻ ആരിൽ നിന്നും ആചാരം വാങ്ങിയിരിക്കല്ല. ആ രീതിയിൽ നിങ്ങൾ കമന്റ് എഴുതിയിട്ട് കാര്യമില്ല. അതേപോലെ ഏതെങ്കിലും ആൾക്കാരെ കുരിശി തറച്ചിട്ടും എനിക്ക് പ്രത്യേകിച്ച് നേടാനില്ല എന്നറിയിക്കട്ടെ. ഇതുവരെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടുകൂടി മാത്രമാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് പോണത്. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് നിലനിൽക്കുന്നതെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാ വിധത്തിലുള്ള ബഹുമാനം തന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. വീണ്ടും എൻ്റെ തെറ്റുകൾ തിരുത്തി തന്നുകൊണ്ട്, കമന്റിലൂടെ എനിക്ക് നല്ല മാർഗം പറഞ്ഞു തന്നുകൊണ്ട് ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി നിങ്ങൾ എന്നോട് വീണ്ടും സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.